എവിടെ തെറ്റ് കണ്ടാലും അതിനെപ്പറ്റി സംസാരിക്കാൻ, യുദ്ധമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നമാണെങ്കിലും അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാനും അത് മുഖത്ത് നോക്കി പറയാനുമുള്ള ധൈര്യമുണ്ടായിരുന്നു മാർപ്പാപ്പായ്ക്ക്. പിന്നെ റോമിൽ തന്നെ, വറ്റിക്കാനിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പം സ്ത്രീകളെ കൂടുതൽ ഭരണത്തിലേക്ക് കൊണ്ടുവരാനും, എനിക്കൊന്ന് കുറച്ചുകൂടെ കാലം കൂടി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കത്തോലിക്ക സഭയിൽ സ്ത്രീകളെ അച്ഛന്മാരായിട്ടും ബിഷപ്പുമാരുമായിട്ടും ഒക്കെ കർദിനാളുമൊക്കെ ആയിട്ട് വാഴിക്കാൻ വരെ സാധ്യത ഞാൻ കണ്ടതാണ്. അദ്ദേഹം കർദിനാളായിരുന്നപ്പോൾ പോലും അവിടുത്തെ ചേരിയിൽ അർജൻറ്റീനയിലെ ചേരിയിൽ സൈക്കിളിൽ പോയി യാത്ര ചെയ്ത് അവിടുത്തെ സാധാരണക്കാർ വീട്ടിലൊക്കെ കയറിയെന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നേടിത്തരാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭയും ക്രിസ്ത്യൻ വിശ്വാസവുമെന്ന് വിശ്വസിച്ചിരുന്ന ആളും അതിനുവേണ്ടി ജീവിതം മുഴുവൻ ബലി കൊടുത്ത ആളാണ് മാർപ്പാപ്പ. എനിക്ക് മാർപ്പാപ്പയെ കാണാൻ അവസരമുണ്ടായി. എല്ലാ കാര്യങ്ങളും ലോകത്തിൽ എവിടെ പ്രശ്നമുണ്ടായാലും അതിനെല്ലാം ഒരു പ്രതികരിക്കാനും നല്ലവണ്ണം അനലൈസ് ചെയ്യാനും എല്ലാം കഴിവുള്ള ആളായിരുന്നു. ഇപ്പം തന്നെ ഇന്ന് രാവിലെ വരെ അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ആശുപത്രിയിലായിരുന്നു 1-2 മാസം. എന്നിട്ടും അവിടെ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ വറ്റിക്കാനിൽ അവിടുത്തെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് സംസാരിക്കാനും അവരോട് എല്ലാം വർത്തമാനം പറയാനും ഒക്കെ അദ്ദേഹം മുമ്പോട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളല്ല, ലോകത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ വളരെ ദുഃഖമുണ്ട് എനിക്ക്. ഞാനെന്ന വ്യക്തി എന്ന നിലയിൽ വളരെ ദുഃഖമുണ്ട്. ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ വളരെ ദുഃഖമുണ്ട്. ലോകത്തിലെ ഒരു സാധാരണ മനുഷ്യൻ എന്നതിൽ വലിയ ദുഃഖമുണ്ട്. കാരണം മാർപ്പാപ്പയുടെ ഈ വിയോജനം നമുക്ക് ഈ ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.